ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഡോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയൊരു വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനിവിടെ കുഴപ്പമില്ലാണ്ടിരിക്കണു. ബിക്കോസ് ചെറിയ രീതിയിൽ കോൾഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഫുണ്ട്, പിന്നെ അതുപോലെ ചെറിയ ത്രോട്ട് പെയിൻ, സ്നീസിങ്, അങ്ങനെയൊക്കെ തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് എന്നെ കാണാൻ ഒരു പനിച്ച ലുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ തന്നെ ഞാനിങ്ങനെ ക്യാമറയിൽ ഫേസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു പനിക്കുന്ന ഒരു ലുക്കുള്ള പോലെ. പനിയില്ല, ജലദോഷമൊക്കെയാണ് എനിക്ക്. ഓക്കെ, സോ ഞാനെന്ന് ഒരു അനദർ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് കാര്യം കുറച്ച് നാളെയല്ല നമ്മൾ വീഡിയോ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 വീക്ക് ആയെന്ന്. സോ എനിക്ക് സൺഡേയ്സ് അല്ലെങ്കിൽ സാറ്റർഡേ എനിക്ക് വർക്കിംഗ് ആണ്. ബട്ട് ഇന്ന് ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ചയാണ് യൂഷ്വലി വീഡിയോ എടുക്കാറുള്ളത്. സോ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വയ്യാണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ സമയം പോകണമല്ലോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണല്ലോ. നമ്മൾ കുറേ നാളായല്ലോ വീഡിയോ എടുത്തിട്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു നാളെ ആവാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ഞാൻ പോകാത്തതിനെ കൊണ്ട് ഇന്ന് തന്നെ എടുക്കാമെന്ന് കരുതി. ആൻഡ് എന്താ, ഞാനന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഏത് ടൈപ്പ് ലൈക്ക് ഏത് ടോപ്പിക്. ഞാൻ കുറച്ച് ടോപ്പിക്സ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. മേജർ ചലഞ്ചസ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് വരുമ്പം മേജർ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ബട്ട് സ്റ്റിൽ ചലഞ്ചിങ് ആണ് അതെന്നെ സംബന്ധിച്ച്. സോ അത് ഇവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് എന്താ, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങളുടെ അടുത്ത്. എനിക്ക് വീഡിയോ ചെയ്യാൻ യൂഷ്വലി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ സൺഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പോകാത്തത് കൊണ്ട് എന്താ പറയുക, ഇന്ന് തന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി. ഓക്കെ, അപ്പം മേജറായിട്ടുള്ള ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണം. ചെറിയൊരു കോമഡിയാണ്. ഞാൻ കഴിഞ്ഞ സൺഡേ ഇതുപോലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി വന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എഡിറ്റൊക്കെ ചെയ്തു. ഇൻഷോട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്ത് അത് ഗാലറിയിലേക്ക് സേവ് ചെയ്തു. ശേഷം അത് സേവ് ആവണില്ല എൻ്റെ ഗാലറിയിൽ. കാര്യം ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞിട്ട് സേവ് ആവണില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലറിയിൽ പോയിട്ട് ഓൾറെഡി സേവ് ആയിരുന്നു ഞാൻ എഡിറ്റ് ചെയ്ത ആ വീഡിയോ. അതടക്കം എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കുറച്ച് വീഡിയോസ് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായ കാര്യം, ഞാൻ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അത് എൻ്റെ തന്നെ പൊട്ടത്തരം കൊണ്ട് പോയത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ വിചാരിച്ച് പൊട്ടപ്പുല്ല് അടുത്ത തവണത്തിൽ നന്നായിട്ട് എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ ഇത്തവണ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റില്ല. അങ്ങനെ അപ്പോൾ എനിക്കതിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞ തവണ നല്ല അടിപൊളിയായിട്ടൊക്കെ എടുത്ത കണ്ടൻറ്റ് വേറെ ആയിരുന്നു. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കണ്ടന്റ് അല്ല, വേറൊരു കണ്ടന്റ് ആയിരുന്നു. അതിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഏതാണ്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനാണ്, വൃത്തി. എൻ്റെ പൊന്നു സാറേ, ഇവിടെ വൃത്തി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. മെയിനായിട്ട് ഞാനിപ്പോൾ പ്രോപ്പർ മുംബൈയിലല്ല നിൽക്കുന്നത്. നമ്മളുള്ളത് നവി മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ന്യൂ മുംബൈ, നവി മുംബൈ. മുംബൈയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ബൈ ട്രെയിനാണ് നമ്മൾ വരുന്നെങ്കിൽ ഒരു 2 hours ഒക്കെ എടുക്കും. 2 hours മേലെ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, 2 hours ഉണ്ടാവും. സോ നമ്മൾ നവി മുംബൈയിലാണുള്ളത്. നവി മുംബൈയിൽ നിന്ന് എൻ്റെ കമ്പനി വരുന്നത്, ഫുഡ് കമ്പനി വരുന്നത് തുർബെ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ കറക്റ്റ് 1 hour ആണ് നമ്മൾ ട്രെയിനിൽ പോകുമ്പം. പക്ഷേ ബൈ ബസ്സാണ് നമ്മൾ പോകുന്നതെങ്കിൽ 2 hours എടുക്കും. സോ ഇവിടെ യൂഷ്വലി എല്ലാ ആൾക്കാരും മുംബൈ ബേസ്ഡ് ആണെങ്കിലും നവി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രെയിനാണ്, ലോക്കൽ ട്രെയിനാണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ട്രെയിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തുമാത്രം തിരക്കായിരിക്കും അവിടെ ഉണ്ടാവാന്നുള്ളത്. സോറി, ഞാൻ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് വെച്ചിട്ട്, അതായത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്താണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 90% ആൾക്കാരും ലോക്കൽ ട്രെയിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഭയങ്കര ചീപ്പാണ് ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ 1 മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ 10 രൂപ 15 രൂപ മതി. ഡിപ്പെൻസ് ആണ് കേട്ടോ. എനിക്ക് ഇവിടെ ആക്ച്വലി 10 rupees-ആണ്. ഞാൻ നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാർഗോപുർ റെയിൽവേ സ്റ്റേഷനാണ്, ഉൽവേ. നവി മുംബൈയിൽ ഖാർഗോപുർ റെയിൽവേ സ്റ്റേഷൻ ടു തുർബെ ഞാൻ പോകുമ്പോൾ
കറക്റ്റ് 1 hour ആണ്. അപ്പോൾ 10 rupees വരുന്നത്. ഞാൻ മന്ത്ലി ആണ്, സീസൺ ടിക്കറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ഒരു മാസത്തേക്ക് 150 രൂപയാണ്. നമുക്ക് എത്രയോ ലാഭമാണത്. സോ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ബസ്സിനെയാണെങ്കിലും ട്രെയിനിലാണെങ്കിലും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പാണ് പബ്ലിക് ട്രെയിനിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പൈസക്കാരായിക്കോട്ടെ, പൈസ ഇല്ലാത്ത മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രെയിനിലാണ്. സോ ഭയങ്കര റഷാണ്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തിരക്കിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടിയാണ് ഇവിടുത്തെ ട്രെയിനിൽ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുംബൈയിലേക്ക് എസ്പെഷ്യലി താനെ ലൈനിലേക്കൊക്കെ, താനെ റൂട്ടിലേക്കൊക്കെ പോകുന്ന തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. ഒരു സൂചി കുത്താൻ ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ആൾക്കാർ കയറും അതിൽ. അതെങ്ങനെയാണ് കയറുന്നത് എനിക്ക് ഇന്നേരം മനസ്സിലായിട്ടില്ല. ഇപ്പം ഇതിപ്പം ട്രെയിനിന് ഇത് ഇറങ്ങുന്ന സ്ഥലം എന്ന് വിചാരിക്കുക, ഇത് ആ ഒരു എന്താ പറയുക ഒരു എൻഡിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ആൾ താഴേക്ക് പോയി എന്ന് വിചാരിക്കും. ബട്ട് പോയില്ല, അവർ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് അവിടെ നിൽക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. കുറച്ചൊക്കെ ജീവനിൽ പേടിയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു യാതൊരുവിധ പേടിയില്ല. ഞാൻ ട്രെയിനിലെ ആൾക്കാർ അതോറിറ്റീസ് ഒന്നും അതിന് റെസ്പോൺസിബിൾ അല്ല. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ അല്ല. കാരണം നമ്മൾ നമ്മുടെ തന്നെ റിസ്ക്കിലാണല്ലോ ഇതിലിങ്ങനെ വലിഞ്ഞു കയറി തിക്കും തിരക്കിൻ്റെ ഇടയിൽ കയറുന്നത്. സോ പിന്നെ ഇവിടെ എല്ലായിടത്തും സ്റ്റോപ്പാണ്. മിനിറ്റിന് എല്ലായിടത്തും കുറേ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഞാൻ പറഞ്ഞ പോലെ പൈസയുള്ള ആൾക്കാരാണെങ്കിലും ശരി, പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ശരി, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്, സകല ആൾക്കാരും മുംബൈയിൽ ജീവിക്കുന്ന എനിക്ക് എല്ലാ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രെയിൻ തന്നെയായിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇവിടെ ബസ്സില്ല എന്നല്ല കേട്ടോ, ബസ്സുണ്ട്. ബസ്സിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒരു ദിവസം ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ജോയിനിങ് ഡേ ഞാനും അപ്പം കൂടെ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് മെയിൻ ചാലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ഞാൻ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രാവലിംഗ് അല്ലേ പറഞ്ഞത്, വെരി സോറി. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഹൈജീൻ ആയിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ട്രാവലിംഗ് ആയിപ്പോയി. ട്രാവലിംഗ് ആണ് ഫസ്റ്റത്തെ ചാലഞ്ചിങ്. അതായത് ഇങ്ങനെ തിക്കിലും തിരക്കിലും കഷ്ടപ്പെട്ട് പോവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ്. അപ്പം എൻ്റെ കോളേജിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ നാട്ടിൽ നിന്നുള്ളൊരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡ് കൂടി ഒരു ബസ് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ നമ്മൾ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബസ് കയറുമ്പോൾ തിക്കും തിരക്കൊക്കെ ഉണ്ട്. ജീപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും തിരക്കുണ്ട്. ബട്ട് അതിൻ്റെയൊക്കെ ഒരു ഡബിൾ ഇരട്ടിയാണ് ഇവിടുത്തെ തിരക്ക് ട്രെയിനിൽ കയറുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡെയിലി ബേസിസിൽ വരുന്നതാണല്ലോ. സോ മിക്കതും ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് കേട്ടോ ഇങ്ങനെ തിരക്കുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത്ര അധികം തിരക്കുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ സ്പേസ് കിട്ടിയില്ല, മര്യാദയ്ക്ക് നിൽക്കാനെങ്കിലും പറ്റും ഫസ്റ്റ് ക്ലാസ്സിൽ. സോ മിക്കതും ഞാൻ അടുത്ത മാസം തൊട്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ വെരി സോറി, ഞാൻ ഫസ്റ്റ് ഹൈജീനാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ട്രാവലിങ്ങിലേക്ക് ആയിപ്പോയി, അതായത് യാത്ര ബേസ്ഡ്. വെരി സോറി, ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഞാൻ ഹൈജീനാണ് പറയാൻ വന്നത്, പക്ഷേ ട്രാവലിങ്ങിൻ്റെ കാര്യം എടുത്തുപോയി. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയാം, ഏതൊക്കെ പോയിൻറ്റ്സാണ് പറയാൻ വന്നത്. ഫസ്റ്റ് ഹൈജീനാണ്, സെക്കൻഡ് ട്രാവലാണ്, മൂന്നാമത്തെ ലാംഗ്വേജ് ആണ് വന്നത്. അപ്പോൾ ഇത് മൂന്ന് ഞാൻ എന്തായാലും പറയുമ്പം ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് പറയാൻ വിചാരിച്ച് ഹൈജീനിലോട്ട് കിടക്കാം. ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൃത്തി ഒട്ടുമില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ കേരളത്തിൽ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്താ പറയുക, കോഴിക്കോട് നിന്നൊക്കെയുള്ള ആൾക്കാർക്കറിയാം കോഴിക്കോട് ഭയങ്കര വൃത്തിയുള്ള അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പം ഇവിടത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും വൃത്തി ഉണ്ടാകും, ഇല്ലയെന്ന് ഞാൻ പറയില്ല, അത് ഉറപ്പാണ്. കാര്യം ഇവിടെ നിങ്ങൾക്ക് വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം നോക്കിയാൽ കാണില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മെയിനായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, കടകളായിക്കോട്ടെ, റോഡായിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ഥലം എടുക്കുക എന്ന് വെച്ചിട്ട് മുംബൈയിലെ എല്ലാ ഏരിയാസും വൃത്തികെട്ടതാണ്, എല്ലാ സ്ഥലത്തും വേസ്റ്റൊക്കെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ മോളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്തത്. പക്ഷേ ഞാൻ പറയുന്നത് മെയിനായിട്ട് പബ്ലിക്ലി ഉള്ള സ്ഥലങ്ങളാണ്. പബ്ലിക് ടോയ്ലറ്റ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര വൃത്തികളാണ്. സ്റ്റേഷൻസ് മെയിനായിട്ട് ഞാൻ ഡെയിലി പോകുന്ന സ്റ്റേഷനിലൂടെ ആണല്ലോ. അപ്പോൾ സ്റ്റേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി വളരെ കുറവാണ്. പിന്നെ റോഡിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ചപ്പും ചവറും എന്തൊക്കെയോ വേസ്റ്റുകളൊക്കെ കാണാം, കുപ്പിയും എന്തെല്ലൊക്കെയോ. അപ്പോൾ വൃത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല, വളരെ കുറവാണ്. ആൻഡ് നമ്മൾ മാർക്കറ്റിലൊക്കെ ഇവിടെ സാറ്റർഡേ സൺഡേസിൽ
മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ മഴയായി കഴിഞ്ഞാൽ ഈ ചളിയൊക്കെ ഉള്ള സ്ഥലത്താണ് ആൾക്കാർ പച്ചക്കറികളൊക്കെ വിൽക്കുക. പച്ചക്കറി പഴങ്ങളൊക്കെ വിൽക്കുന്നത് ഈ ചളിയൊക്കെ നിറഞ്ഞ സ്ഥലത്താണ്. ഒരു ഷീറ്റ് ഇട്ടിട്ട്, ചില ആൾക്കാർ ഷീറ്റ് പോലും ഇടാറില്ല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് മൈ ഗോഡ്, ഇതെന്തത്, ആൾക്കാർ കഴിക്കണ സാധനമല്ലേ, ഭക്ഷണമല്ലേ, ഇതിങ്ങനെയാണ് അവർ വിൽക്കുക എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കുന്ന എത്ര ആൾക്കാരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. നമുക്കിഷ്ടമുള്ള നമ്മൾ വാങ്ങിക്കണം. നമുക്ക് കുറച്ച് നീറ്റായിട്ട് ഹൈജീനായിട്ടുള്ള പ്ലേസ് എവിടെയാണോ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും എന്തെങ്കിലും വൃത്തിയുള്ള സ്ഥലം നോക്കി നമ്മൾ വാങ്ങിക്കാം. മുംബൈയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസക്കാർക്കാണെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ട് അതുപോലെ ജീവിക്കാൻ, പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ജീവിക്കാം. പൈസക്കാരായിട്ട് ജീവിക്കാം, പാവപ്പെട്ടവരായിട്ട് ഇവിടെ ജീവിക്കാം. ഇവിടെ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും എങ്ങനെയാണെങ്കിലും ജീവിക്കാം. സ്വപ്നങ്ങളുടെ നഗരമാണ് മുംബൈ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. നമുക്ക് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റും. അതാണ് മുംബൈയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കേരളത്തിലാണെങ്കിലും അങ്ങനെയാണ്, പക്ഷേ കേരളത്തിനെക്കാട്ടിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുംബൈയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മേഖലകളിലാണെങ്കിലും നിങ്ങൾ അധ്വാനിക്കാൻ റെഡിയാണോ, ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ മെയിൻ തിങ് ഈസ്, അതാണ് എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ച് മാത്രമല്ല മുംബൈയിലേക്ക് വരുന്ന പല ആൾക്കാർക്കും നേരിടേണ്ടി വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് അല്ലെങ്കിൽ ക്രൈസിസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അപ്പം ലാംഗ്വേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള 2 സബ്ജക്റ്റ് ആയിരുന്നു. ഒന്ന് ഇംഗ്ലീഷും ഹിന്ദിയും. അപ്പം ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഹിന്ദിയുടെ ജെനി ടീച്ചറായിരുന്നു എന്നെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ എനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ട് ആ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം കൂടുതലായി. പിന്നെ അത് മാത്രമല്ല, ഞാൻ പ്ലസ് 2 പഠിക്കുന്ന സമയത്താണ്, പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ഏക് ഹസാരെ മേ മേരി ബഹനാ ഹെ ആൻഡ് ഒരു സിനിമ കൂടെയുണ്ട്, ഇസ് പ്യാർ കോ ക്യാ നാം ദോ, നാക്ക് ഒന്നോടക്കി പോയി, ഇസ് പ്യാർ കോ ക്യാ നാം ദോ. അതുപോലെ തന്നെ ഏക് ഹസാരെ മേരി ബഹനായ, വേറെ 1-2 സീരിയലുണ്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സാത്ത് നിഭാന സാത്തിയ, ഓക്കെ റൈറ്റ്. ഇത് 3 സീരിയൽ. ഈ സാത്ത് നിഭാന സാത്തിയ ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ വടകര പോകുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ മോളുണ്ട് അനു, അവളുടെ കൂടെ ഇരുന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കാണുന്നതാണ്. അത് ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു ഫാനൊന്നുമല്ല. ബട്ട് മറ്റേ 2 സീരിയലും ഞാൻ ഓൾമോസ്റ്റ് ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ TV ചാനലിലൊക്കെ ആണെങ്കിലും കുത്തിയിരുന്ന എപ്പിസോഡ്സൊക്കെ കാണാറുള്ളതാണ്. അപ്പം അങ്ങനെ കാണാറുള്ളത് കൊണ്ട് പിന്നെ നാനെക്സിമിലൊക്കെ സോങ്സൊക്കെ പ്ലേ ചെയ്ത സമയത്ത് അങ്ങനെ കുറച്ച് എനിക്ക് ഹിന്ദി പഠിക്കാൻ, ഹിന്ദി സബ്ജക്റ്റിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് ഹിന്ദി എനിക്ക് അറിയായിരുന്നു. ചില വേർഡ്സ് കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. പിന്നെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഹിന്ദി എനിക്ക് പഠിക്കാൻ എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ് ആണെങ്കിൽ പോലും ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് കാര്യം നമ്മൾ ഹിന്ദിയിലൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. ഞാൻ പണ്ട് പ്ലസ് 2 ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന ടൈമിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ സിനിമ ഞാൻ അങ്ങനെ അധികം യൂഷ്വലി കാണാറില്ല. ബട്ട് എന്നാലും കുറച്ചൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാവും സിനിമയൊക്കെ കാണുന്ന സമയത്ത്. സോ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഒരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വലിയ തകൃതിയായിട്ടൊക്കെ ഹിന്ദിയൊക്കെ പഠിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയി. ആൻഡ് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചു ഹിന്ദിയിലുള്ള. ആൻഡ് ചില വേർഡ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ കമ്പനിയിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാ ആൾക്കാർക്കും എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുക. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ മെയിൻ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മറാത്തിയാണ്. സോ എല്ലാ ആൾക്കാരും മറാഠി ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുക. ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നവർ അതാണ്. ആൻഡ് ഹിന്ദി സംസാരിക്കും. അപ്പം നമുക്ക് മറാത്തി അറിയില്ലെങ്കിൽ അവർ യൂഷ്വലി നമ്മുടെ അടുത്ത് ഹിന്ദിയിലാണ് സംസാരിക്കുക. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദി ഓർ മറാഠിയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, കുറച്ച് ഞാൻ എന്തായാലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. കാര്യം നമുക്ക് മലയാളത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ഹിന്ദി പഠിക്കണം. അപ്പം ഞാൻ കമ്പനിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഹിന്ദി കുറച്ച് പഠിക്കും. പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 90% ഒക്കെ തെറ്റായിരിക്കും. ഗ്രാമർ വൈസൊക്കെ പൊട്ടത്തരായിരിക്കും ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അവർക്കത് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ പോണത്, എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ 1 month കഴിഞ്ഞു എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ പറയണത് തെറ്റാണെങ്കിൽ പോലും നമ്മളത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഹിന്ദി അറിയില്ലേ അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിലൊരു പ്രൊഫഷൻസി അല്ലെങ്കിൽ അതിലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ ഡെഫിനറ്റായിട്ട് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം. നമ്മൾ കഴിയുന്നതും അത് ലിസൺ ചെയ്യുക. ഏത് ഭാഷയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മെയിൻ തിങ്. ആൻഡ് അതിൽ ഇപ്പം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി പാട്ടുകൾ കേൾക്കുക, പിന്നെ അതുപോലെ ഹിന്ദി സിനിമ കാണുക, ഹിന്ദിയിൽ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒത്തിരി ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ പുറത്തേക്കൊക്കെ എനിക്കിവിടെ 1-2 ചേച്ചിമാരൊക്കെ അറിയാം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേണ്ടി എനിക്ക് അറിയുന്ന എൻ്റെ എക്സ്പീരിയൻസ് വൈസ് എക്സ്പീരിയൻസുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 1-2 ആൾക്കാരടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. എൻ്റെ മൈൻഡിലുണ്ടാവും ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടതെന്ന്, പക്ഷെ അവർക്കത് ഞാൻ പറയണ പകുതി മനസ്സിലാവാത്ത അവസ്ഥയ്ക്ക്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യൊന്നുമില്ല, തെറ്റിയാലും ഞാൻ സംസാരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ സംസാരിച്ചപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത്, എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, അതിൻ്റെ ഒരുപാട് നന്നായിട്ട് സംസാരിക്കാനുണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ് ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഹിന്ദി പഠിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്ന ഫസ്റ്റത്തെ കാര്യം. അപ്പം ലാംഗ്വേജ് ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് അധികം പ്രശ്നമല്ല, ബട്ട് സ്റ്റിൽ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. ആൻഡ് മറാത്തീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറാത്തി എനിക്കൊരു കുന്തും അറിയില്ല, സത്യം അറിയാലോ, മറാത്തി എനിക്കൊന്നും അറിയില്ല. മറ്റേ സമ്മറിൻ ബദ്ലയിൽ മഞ്ജു ചേച്ചി ഒരു ഡയലോഗ് പറയുന്നില്ല, അതിൻ്റെ കസിൻ്റെ നെല്ലിയാറാവത് ഒബ്രു മധുവേ മാടിക്കൊണ്ടേ താത്തൻ്റെ പാസിയിലെല്ലാം എനിക്ക് സിക്തേ. ഇത് ഫസ്റ്റ് കാണുന്ന ഒരാൾക്ക് ഇത് ഏതാ ലാംഗ്വേജ്, ഇത് എന്താ സംഭവം എന്നറിയില്ല, ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സീൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ ഈ മറാത്തി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് ഇത് വരെ എനിക്ക് അവർ മറാത്തിയിൽ അവിടെ സംസാരിക്കില്ല, എനിക്കൊരു വേർഡ് പോലും എനിക്ക് ഇന്നേ വരെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല. അവരെന്താ പറയുന്നത് കാര്യം, പാത്രം നിലത്ത് വീണ് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കില്ലേ, അതുപോലെയൊക്കെയാണ് മറാത്തി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എനിക്ക് ഒരു വേർഡ് എനിക്കറിയാം, അമിയുത്രോ. അത് ഞാൻ ഒരു ദിവസം ബസ്സിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ലേഡി ഡ്രൈവർ എടുത്ത് പറഞ്ഞു അഭിയുത്രോ എന്ന്. അതായത് ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കറിയില്ല, കറക്റ്റാണെന്ന് തോന്നുന്നു. സോ പുറത്തിറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ അഭിയുത്രോ എന്ന് പറഞ്ഞു. ആ വേർഡ് മാത്രം മറാഠിയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്, വേറെ ഒന്നും എനിക്കറിയില്ല, വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടുമില്ല, എനിക്കൊന്നും എൻ്റെ മൈൻഡിൽ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം അതാണ്. ദെൻ ഹൈജീൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രാവലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് പിന്നെ വരുന്നത് ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡിൻ്റെ കാര്യം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റുള്ള ജില്ലകളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ കോഴിക്കോട് മലപ്പുറമാണ് നമ്മുടെ മലബാർ ഏരിയയിൽ കൂടുതൽ ഭക്ഷണങ്ങൾക്ക് രുചി പകരുന്ന കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാവാറുണ്ട്. ഇപ്പം ഇവിടെ ഫുഡ് മോശമാണെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ, നല്ല കടകളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കിട്ടും. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, റിയൽ ഫ്ലേവേഴ്സ്, റിയൽ ടേസ്റ്റ്, അത് മിസ്സാവുകയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് കഴിച്ച രുചികളൊക്കെ മറന്നുപോയി എന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഞാൻ കഴിച്ച ബിരിയാണി, ഇപ്പം കോഴിക്കോടത്തെ റഹ്മത്താണെങ്കിലും പാരഗണിലെ ബിരിയാണി ആണെങ്കിലും ഇവിടുത്തെ ബിരിയാണിയെല്ലാം കഴിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സീരിയസ്ലി പറയാമല്ലോ, ഇവിടുത്തെ മഹാരാഷ്ട്ര ബിരിയാണി അടിപൊളിയാണ്, കൊള്ളില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നാട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നാട്ടിലത്തെ തന്നെയാണ് ഇഷ്ടം. ആൻഡ് അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാ ഫുഡും ഇവിടുത്തെ കറികളൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്, വേറെ തന്നെ അതിനൊരു മസാലാസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവേഴ്സൊക്കെ അവർ കൂടുതൽ ആഡ് ചെയ്യും. നമ്മളെല്ലാം കറക്റ്റായിട്ടല്ലേ ചേർക്കുക, പക്ഷെ ഇവർക്ക് ചില മസാലാസൊക്കെ ഇവർ കൂടുതൽ ആഡ് ചെയ്യും. അപ്പോൾ ഒരു കുത്തൽ പോലെയൊക്കെയാണ് എനിക്കങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായി വന്നിട്ടില്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് പിന്നെ അധികം ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവിടെ തന്നെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ ഇവിടുത്തെ പിന്നെ എന്താ പറയുക, മഞ്ഞപ്പൊടി ആണെങ്കിലും മുളക് പൊടിയും നമുക്ക് ഇവിടുത്തെ അല്ലേ കിട്ടുകയുള്ളൂ. പക്ഷേ നാട്ടിലത്തെയും കിട്ടും കേട്ടോ, ഇല്ല നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡ്സിൻ്റെയും കിട്ടില്ലെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ കിട്ടും. സോ നാട്ടിലത്തെ ഫുഡ്, മെയിനായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അതൊക്കെ ശരിക്കും ഞാൻ മിസ് ചെയ്യണു. ഫുഡൊക്കെ കുഴപ്പമില്ല, നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വടാപ്പാവ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാവ് അത് കിട്ടും, അണ്ടാപ്പാവ്, അങ്ങനെ ഓരോരോ പാവുകൾ കിട്ടും. പിന്നെ സമൂസ, എൻ്റെ പൊന്നേ സമൂസ, അത് പറയാണ്ടിരിക്കുക വയ്യ. ഞാൻ ഇവിടുത്തെ ഒരു സമൂസ കഴിച്ചു കേട്ടോ, അതിൻ്റെ പേര് സമൂസയൊന്ന് അവിടെ എഴുതി ഒട്ടിച്ച് വെക്കണം. ഞാൻ എസ്പെഷ്യലി എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കോഴിക്കോട് നിന്നിരുന്ന സമയത്ത്, ഞാൻ ദിവസവും കോഴിക്കോട് വർക്ക് ചെയ്ത് എൻ്റെ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഒരു
കാക്കേൻ്റെ കടയിൽ നിന്ന് ഇങ്ങനെ സമൂസ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ്. കാക്കേൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് കാക്കാന്ന് വിളിക്കുന്നത്. അപ്പോൾ ആളതിൽ എന്താണ് ഉണ്ടാക്കണത് എനിക്ക് അറിയില്ല. പക്ഷെ ഉള്ളി, തക്കാളി, പിന്നെ പൊട്ടറ്റോ, കുറച്ച് മസാലകൾ അത്രയൊക്കെ ആഡ് ചെയ്തത്. പക്ഷെ അതിന് കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ആ ഒരു സമൂസേൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് ക്രിസ്പായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടുത്തെ സമൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടത്. സമൂസ അത് എഴുതി വെക്കണം അതിൻ്റെ മുകളിൽ, അതിനും ഒരു മധുരവും ഒരു എരിവും എന്തെല്ലാം പോലെയുള്ള സമൂസ. ലൈഫിൽ ഞാൻ 1-2 തവണ ഇവിടുത്തെ സമൂസ കഴിച്ചിട്ടുള്ളൂ. അത് വിശക്കുന്നതിനെക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. അതൊരു എന്തെങ്കിലും ഒരു എണ്ണ പലഹാരം കഴിക്കണമല്ലോ എന്നുള്ളൊരു ക്രേവിങ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ സമൂസ വാങ്ങി കഴിച്ചതാണ്. പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുഡ് പോലെയല്ല. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മോശമാണ്, കൊള്ളില്ല, ഇതിഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും ശരി, അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം ഫുഡും എനിക്ക് ചെറിയൊരു രീതിയിലൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇവിടുത്തെ ഇവർ യൂസ് ചെയ്യുന്ന കറികളൊക്കെ അധികവും പരിപ്പിൻ്റെ കറിയൊക്കെയാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഒരു മെയിൻ ദാൽ കറി ഇവിടുത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ മെയിൻ കറിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം ആരും ചോറ് അങ്ങനെ കഴിക്കില്ല. അധികം ആൾക്കാരും ചപ്പാത്തിയാണ് കഴിക്കുക. ചപ്പാത്തി, ദാൽ കറി അത് തന്നെയാണ് മെയിനായിട്ട് കഴിക്കുക. പിന്നെ ചിക്കൻ കറിയൊക്കെ ഇവിടെ അധികം അങ്ങനെ ഇല്ലയെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അധികവും എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ അതുപോലുള്ള പച്ചക്കറികളൊക്കെയാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും എനിക്ക് ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു ഇനീഷ്യലി ഒക്കെ. പക്ഷേ വൺ തിങ് ഈസ് ഇവിടുത്തെ ഷവർമ. ഞങ്ങൾ ഒരുപാട് ഷവർമ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റത്തെ ആണെങ്കിലും അല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഷവർമ കഴിച്ചിട്ടുണ്ട്. ഷവർമ ഇവിടുത്തെ കിടിലൻ ടേസ്റ്റാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലത്തേക്കാട്ടും ഇവിടുത്തെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലേവേഴ്സ് ഇതിൽ ആഡ് ചെയ്യുന്ന മയോണൈസ് ആണെങ്കിലും, പിന്നെ അതുപോലെ എന്താ പറയുക, അതിൽ ആഡ് ചെയ്യുന്ന ചില ഫ്ലേവേഴ്സ് ഉണ്ട്. ചില്ലി മയോണൈസ് സോസ് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചിക്കനൊക്കെ ആണെങ്കിലും നല്ല എന്താ പറയുക ക്രിസ്പായിട്ടാണ് ഇരിക്കുക. സോ നാട്ടിൽ തന്നെ കിടില ഷവർമയാണ് ഇവിടെ. നാട്ടിൽ ഞാൻ എങ്ങനെ ഷവർമ കഴിക്കാറില്ല. ഞാൻ ഷവർമേൻ്റെ ഒരാളും അല്ല. എനിക്ക് നാട്ടിലത്തെ ഷവർമയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് കടകളിലൊക്കെ കയറി ഷവർമയൊന്നും കഴിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ ഒരു ഫുഡ് ബ്ലോഗറും അല്ല. കുറച്ച് സ്ഥലത്തേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കഴിച്ച സ്ഥലത്തൊന്നും എനിക്കങ്ങനെ വലിയ സംഭവമായിട്ട് അടിപൊളിയായിട്ടും തോന്നിയിട്ടില്ല. ബട്ട് ഇവിടുന്ന് ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഷവർമ കഴിച്ചിട്ടുണ്ടോ അതൊക്കെ കിടിലാണ്. അതൊന്നും എന്താ പറയുക എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല ഷവർമാസ് ഒന്നും. അപ്പോൾ നല്ല ചൂട് ഇവിടെ. ഞാൻ ഫാനൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഫാൻ ഇടുമ്പം ചെറുങ്ങനെ തണുക്കും. അപ്പം ചൂടെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഹോസ്പിറ്റൽസ് അധികം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ അധികം ക്ലിനിക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽസ് കുറവ്. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്യണം. കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അത് എന്നെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന വന്നപ്പോഴാണെങ്കിലും നമുക്ക് അടുത്തൊന്നും ട്രാവൽ ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ ഇവിടെ ഇല്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു മുംബൈയിൽ ഹോസ്പിറ്റൽ ഇല്ലാന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഇവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമ്മളെ നാട്ടിൽ നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പേരാമ്പ്രയെന്നാണ് വരുന്നത്. അപ്പം പേരാമ്പ്ര എന്താ പറയുക, ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 15-20 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പേരാമ്പ്ര ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രൈവറ്റ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെ മുട്ടിന് ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ല. ഹോസ്പിറ്റൽസൊക്കെ കുറവാണ്. ഐ മീൻ കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ അല്ല, ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ചെയ്ത് എടുക്കണം വിചാരിച്ച് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ വയ്യെങ്കിൽ പോലും ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടിട്ട്, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പം ഭയങ്കര കുഴപ്പമില്ല, എന്തായാലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്താണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഞാനത് പോസ്റ്റ് ചെയ്ത് പ്ലേ ചെയ്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഇതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ അപ്പൂൻ്റെ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. അത്യാവശ്യം ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം
എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് എല്ലാം കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. ബൈ എനിക്ക്. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ, ലവ് യു ഓൾ.